സ്റ്റുഡൻസ്, അപ്പോൾ നാറ്റയുടെ ഫസ്റ്റ് ഡേയിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഇഗ്നൈറ്റിൽ നിന്ന് പല കുട്ടികളും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ മെമ്മറി ബേസ്ഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ടൊക്കെ കുട്ടികൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് വിത്ത് PPT വീഡിയോ ഞാനിത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികളുടെ ആ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഒക്കെ ആ ടൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിന് ഇഗ്നൈറ്റിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. എന്നെ ഡയറക്റ്റ് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇഗ്നൈറ്റിൻ്റെ നമ്പറിൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡിങ് ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സെഷനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. Day 1 ആയതുകൊണ്ടാണോ എന്നറിയില്ല, എക്സാംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് കുട്ടികൾ 3-4 പേര് എഴുതിയതിൽ എല്ലാവർക്കും 80 above ആണ് സ്കോർ വന്നിട്ടത് ഏകദേശം Day 1. അത് തന്നെ ഹയസ്റ്റ് ആയി വന്നിട്ടത് 88 സംതിങ് ആണ്. 120ൽ കിട്ടിയ സ്കോറാണ് ഞാനീ പറയുന്നത്. 88 സംതിങ് ആണ് 120ൽ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ട് കുട്ടിയുടെ സ്കോർ. ഇനി ഡ്രോയിങ് കൂടി ചേർത്തിട്ടാണ് ഫൈനൽ സ്കോർ കാർഡ് വരിക. പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്കോർ കാർഡ് കാണാൻ പറ്റുന്നതാണ് ഇത്തവണത്തെ എക്സാമിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം തന്നെ അവർ എഴുതിയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായി തെറ്റി അവരുടെ സ്കോർ കാർഡ് മുതലായവയെല്ലാം തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എക്സാം പാറ്റേൺ പറഞ്ഞ മോഡൽ തന്നെയായിരുന്നു. പിന്നെ ഡിസൈൻ പ്രിൻസിപ്പിളിനും ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ പോലെ മൾട്ടിപ്പിൾ സെലക്ട് ആൻസേഴ്സ് ഉള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിംഗിൾ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്താണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളും GK ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു രീതിയിലായിരുന്നു. ഇനി അതിൻ്റെ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ്. GKയും ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിസൈൻ തിങ്കിങ്ങിൻ്റെ 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിഷ്വൽ റീസണിങ്ങിൻ്റെ 4 ക്വസ്റ്റ്യൻ, ലോജിക്കൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻസ്, ഡിസൈൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്വൽ റീസണിങ് 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കൂടാതെ തന്നെ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ 3 ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഒരു 2D കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈനിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആ ലോഗോ ഡിസൈനിങ് തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു തീമിലായിരുന്നു ആ ഒരു ലോഗോ ഡിസൈനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ബേസ് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D കോമ്പോസിഷൻ യൂസിങ് സം സോളിഡ്സ്, ക്യൂബ്സ്, ആ രീതിയിൽ ക്യൂബ്സ്, സിലിണ്ടേഴ്സ് അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു 3D കോമ്പോസിഷൻ വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് എഫക്ട് ഓഫ് ലൈറ്റ് ആൻഡ് ഷാഡോ വരയ്ക്കാം, ഷെയ്ഡിങ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ വരും, അതിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ഏതാണെന്നുള്ളതൊക്കെ തന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഫസ്റ്റ് ഡേയുടെ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ജനറലായിട്ട് അത് കിട്ടണമെങ്കിൽ നമ്മൾ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 days നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് കുറച്ച് സോളിഡ്സ് തരികയാണ്. പക്ഷെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുള്ള സോളിഡ്സ് ആണ് തന്നിട്ടുള്ളത്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുള്ള സോളിഡ്സ് തന്നിട്ട് ആ ഡിസൈൻ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. ഫോട്ടോ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോ നമ്മളല്ല എടുക്കുന്നത്, ഇൻവിജിലേറ്റർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം വന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തേർഡ് ക്വസ്റ്റ്യനിൽ ഇൻവിജിലേറ്റർ ഫോട്ടോ എടുക്കുന്നു, അതുകൂടി നമ്മുടെ എക്സാം കഴിയുന്നു. പാർട്ട് ടൈം പാർട്ട് ബിയും സെപ്പറേറ്റ് സെഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. ഒരു സെഷൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡ്രോയിങ് ഇടയിൽ വരച്ച് പിന്നെ ആപ്റ്റിറ്റ്യൂഡ് നോക്കി പിന്നെ ഡ്രോയിങ് വരച്ച് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ ഡ്രോയിങ് സെഷൻ ചെയ്യുമ്പോൾ ഫുൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് സെഷൻ അറ്റൻഡ് ചെയ്യാം. നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഡ്രോയിങ് സ്പേസ് ആണ് നമുക്ക് തരുന്നത് ഡ്രോയിങ് വരയ്ക്കാനായിട്ട്.
ഇത്രയും ഡീറ്റെയിൽസിനാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. ഞാൻ നമ്മുടെ കുട്ടികൾ എഴുതുന്നതനുസരിച്ച് അവരോട് ചോദിച്ചിട്ടും മറ്റ് കോൺടാക്ട്സ് വെച്ചിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിൾ വേണ്ടവർ ഒരു വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.